Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്ത് നിർത്തിയത്? ഹോസ്പിറ്റൽ പ്ലാനിംഗ്. ഇനി എടുക്കാനുള്ളത് റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസ് തുടങ്ങി എടുക്കണം അല്ലെ? ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? എടുത്തു നിർത്തിയിരിക്കുന്ന ഭാഗം വരെയും ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ട റീജിയണലൈസേഷൻ അല്ലെങ്കിൽ പ്രാദേശികവൽക്കരണമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ടോപ്പിക് കേട്ടോ. ആദ്യം അപ്പോ ആ ഒരു റീജിയണലൈസേഷനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം പറഞ്ഞിട്ട് നമ്മൾ പ്രധാനപ്പെട്ട എന്താണ് റീജിയണലൈസേഷൻ, അതെങ്ങനെയാണ് ഓരോ ഹോസ്പിറ്റലിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെയുള്ള ഒരു ഭാഗമാണ്. Hospitals and other healthcare institutions have traditionally remained individualistic, independent of each other. അതായത് ഇപ്പൊ ഹോസ്പിറ്റലുകളാണെങ്കിലും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും എല്ലാം ട്രഡീഷണലി പരമ്പരാഗതമായിട്ട് പരസ്പരം സ്വതന്ത്രമായിട്ട് നിലകൊള്ളുന്നവയാണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ സെപ്പറേറ്റ് ആയിട്ടല്ലേ അത് പ്രവർത്തിക്കുന്നത് അല്ലെ. ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മറ്റു പല ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട് അല്ലെ. അപ്പൊ അവയെല്ലാം സ്വതന്ത്രമായിട്ട് തന്നെയാണ് നിലകൊള്ളുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് അല്ലെ. ആൻഡ് ഓൺ ദ കോൺട്രറി, നേരെ തിരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി നേരെ മറിച്ച് നോക്കിക്കഴിഞ്ഞാല് they should be coordinated in order to make up a system of medical and health care which provides services on an area wise basis. ഇനി ഒരു പ്രദേശത്തെ അടിസ്ഥാനമാക്കി ഒരു ഏരിയ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ മാത്രം വിചാരിച്ചാല് നമുക്ക് ഈ പറയുന്ന മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ എല്ലാ രീതിയിലും കൊടുക്കാൻ പറ്റുമോ? ഹോസ്പിറ്റലിന് മാത്രം വിചാരിച്ചാല് എല്ലാ രീതിയിലുമുള്ള മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്തെ അടിസ്ഥാനമാക്കി, കാരണം ഒരു ഏരിയ വൈസ് ബേസിസ് ഒരു പ്രദേശത്തെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ നമുക്ക് അവിടെ നല്ലൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ആൻഡ് ഹെൽത്ത് പരിചരണം കൊടുക്കുന്ന വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു സംവിധാനം കൊണ്ടുവരണമെങ്കിൽ ഇവയെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസിനെയും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏകോപിപ്പിക്കേണ്ടതായിട്ട് വരുന്നത് അല്ലെ. രണ്ട് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റൽ അതുപോലെയുള്ള മറ്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും പരമ്പരാഗതമായി അവരെങ്ങനെയാണ് പരസ്പരം സ്വതന്ത്രമായിട്ട് നിലകൊള്ളുന്ന സ്ഥാപനങ്ങളാണ്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഒരു പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്തെ അടിസ്ഥാനമാക്കി ആ പ്രദേശത്തിന് വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അവിടെ ഈ പറയുന്ന എല്ലാത്തിന്റെയും ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു ഏകോപനം എന്തായാലും നടത്തിയേ പറ്റുള്ളൂ ആണല്ലോ. Then however this cannot become possible without active involvement of the government. ഇനി ഇത് നമുക്ക് സാധ്യമാകണമെങ്കിൽ അവിടെ എന്ത് വേണമെന്നാ പറയുന്നത്? ഗവൺമെന്റിന്റെ സർക്കാരിന്റെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഉൾപ്പെടുത്തൽ അല്ലെങ്കിൽ അവരുടെ ഒരു സജീവമായ ഇടപെടലുകൾ നടത്തിയാൽ മാത്രമേ നമുക്കിത് സാധ്യമാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് സാധ്യമല്ല. ഈ പറയുന്ന ഹോസ്പിറ്റൽ ആണെങ്കിലും മറ്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അതിനെ കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള സർവീസുകൾ നല്ല രീതിയിലുള്ള മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയറുകൾ കൊടുക്കണമെങ്കിൽ അവിടെ ആരുടെ ഇൻവോൾവ്മെന്റ് കൊണ്ടാണ് നടക്കാൻ പറ്റുന്നത്? ഗവൺമെന്റിന്റെ അല്ലെ. നമ്മുടെ ഗവൺമെന്റിന്റെ നല്ലൊരു സജീവമായ ഇടപെടലിനും കൂടിയാണ് ഇത് നടത്തിയെടുക്കാൻ പറ്റുന്നത്. കാരണം അതിന് മതിയായ ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും അല്ലെ. അപ്പൊ അതിന് ഒരു സ്ഥാപനങ്ങളായി നിന്നാൽ സാധിക്കില്ല. അതേസമയം അതിനെ കോർഡിനേറ്റ് കൊണ്ടുപോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടായിരിക്കണം. Then apart from USSR, Chile and Great Britain, USSR സോവിയറ്റ് യൂണിയൻ, ചിലി ഇതൊക്കെ രാജ്യങ്ങൾ കേട്ടില്ലേ? ബ്രിട്ടൻ അതുപോലെയുള്ള where complete regionalization of medical care has taken place and few other countries have reorganized the hospital system along these lines.
ഇനി എന്താ പറയുന്നേ, നമ്മുടെ USSR, സോവിയറ്റ് യൂണിയൻ, ചിലി, ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളില് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു റീജിയണലൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രാദേശികവൽക്കരണം നടന്നിട്ടുണ്ട്. ആൻഡ് ഫ്യൂ അതർ കൺട്രീസ്, മറ്റ് പല കൺട്രികളിലും ഇതേ രീതിയിലുള്ള ഹോസ്പിറ്റൽ സംവിധാനങ്ങളിൽ ഇതേപോലെയുള്ള ഒരു റീ ഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ പുനഃസംഘടനകൾ നടന്നിട്ടുമുണ്ട്. അപ്പൊ ഇതുപോലെ കുറെ ബ്രിട്ടനിലും ചിലിയിലും അതുപോലെ തന്നെ USSR, സോവിയറ്റ് യൂണിയനിലൊക്കെ ഓൾറെഡി പൂർണ്ണമായിട്ടുള്ള റീജിയണലൈസേഷൻ അല്ലെങ്കിൽ പ്രാദേശികവൽക്കരണം നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല കൺട്രികളിലും ഇതേ രീതിയിൽ ഹോസ്പിറ്റൽ സംവിധാനത്തിൽ പലതരത്തിലുള്ള റീ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. അത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കി. ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് കേട്ടോ പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നേ ഉള്ളൂ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതായിട്ട് understanding the concept of regionalization is necessary because regional planning of health facilities and hospitals is something to which health planners have aspired for many years. നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് റീജിയണലൈസേഷൻ അല്ലെങ്കിൽ പ്രാദേശികവൽക്കരണം എന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയത്തെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ പറയുന്ന പ്രാദേശികവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു ആസൂത്രണം, അതായത് ഹെൽത്ത് സർവീസുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ, അവിടെ നടക്കുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് ഫെസിലിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് സംതിങ് ടു വിച്ച് ഹെൽത്ത് പ്ലാനേഴ്സ് ഹാവ് ആസ്പയർഡ് ഫോർ മെനി ഇയേഴ്സ്. പല വർഷങ്ങളായിട്ട് ഹെൽത്ത് പ്ലാനേഴ്സ് ഈ പറയുന്ന റീജിയണലൈസേഷനുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ഫെസിലിറ്റികളെ കുറിച്ചും ഹോസ്പിറ്റലിനെ കുറിച്ചുമുള്ള പ്ലാനിങ്ങുകൾ ഇവരുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന, ഈ പറയുന്ന ഹെൽത്ത് പ്ലാനേഴ്സ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ റീജിയണലൈസേഷനെ കുറിച്ചുള്ള ഒരു ആശയത്തെ മനസ്സിലാക്കേണ്ടതും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പറയുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ, ഇത് നമ്മളൊരു പ്രാദേശികവൽക്കരണം കൊണ്ടുവന്നാൽ it is thought that construction of new hospitals and health centers can be tailored to the requirements of the users and that the necessary rational distribution of buildings and facilities will be obtained, enabling health services to be delivered according to its system in which different levels of competency adapted to the needs of the patients can be distributed. ഇനി എന്താ പറയുന്നേ, ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു റീജിയണലൈസേഷൻ കൊണ്ടുവന്നാൽ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ഹോസ്പിറ്റൽ, പുതിയ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഹെൽത്ത് സെന്റേഴ്സിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർമ്മാണം എന്തിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ അനുസൃതമായിട്ടായിരിക്കും? യൂസേഴ്സ്, അത് ഉപയോഗിക്കുന്ന യൂസേഴ്സിന്റെ ആവശ്യകതകൾക്ക് അനുസൃതമായിട്ടുള്ള കൺസ്ട്രക്ഷനും ആയിരിക്കണം നടക്കേണ്ടത്, അല്ലെ? അപ്പൊ എപ്പോഴും ഒരു റീജിയണലൈസേഷൻ, പ്രാദേശികവൽക്കരണത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് കൊടുത്ത കാര്യം എന്താണ്? ഇങ്ങനെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരണമെന്ന് ശരിക്കും ആ ഹെൽത്ത് പ്ലാനേഴ്സ് വർഷങ്ങളായിട്ട് അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവരത് ആഗ്രഹിക്കുമ്പോഴും അത് ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ അത് എങ്ങനെയായിരിക്കണം അത് അവിടെ ഉപയോഗിക്കുന്നത്? അതായത് ഈ ഹെൽത്ത്, ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അത് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന്റെ ആവശ്യകതകൾക്ക് അനുസൃതമായിട്ടായിരിക്കണം ആ പുതിയ ഹോസ്പിറ്റൽ ആണെങ്കിലും ഹെൽത്ത് സെന്ററുകളാണെങ്കിലും നിർമ്മിക്കാനായിട്ട്. ക്ലിയർ ആണല്ലോ സെന്റൻസ്? ആൻഡ് ദ നെസസിറ്റി ഓഫ് rational distribution of buildings and facilities will be obtained. അവരുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള യുക്തിസഹമായിട്ടുള്ള ബിൽഡിങ്സ് ആണെങ്കിലും ഫെസിലിറ്റികളാണെങ്കിലും അങ്ങനെ
യുക്തിപൂർവം അവരുടെ അനിവാര്യതയ്ക്കനുസരിച്ചുള്ള രീതിയിലായിരിക്കണം നിർമ്മിക്കേണ്ടത്. ആൻഡ് enabling health services to be delivered according to a system in which different levels of competency adapted to the needs of the patients can be distinguished. അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന സർവീസുകൾ, അതായത് ഒരു രോഗിയുടെ പേഷ്യൻസിന്റെ ആവശ്യകതകൾ അല്ലെ, രോഗിയുടെ ആവശ്യകതകൾക്ക് അനുസൃതമായിട്ട് വ്യത്യസ്ത തലത്തിലുള്ള ഡിഫറെന്റ് ലെവൽസ് ഓഫ് കോമ്പിറ്റൻസി ആണ്, വ്യത്യസ്ത തലത്തിലുള്ള സേവനങ്ങൾ അല്ലെ, വ്യത്യസ്ത തലത്തിലുള്ള സേവനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു സംവിധാനമായിരിക്കണം ആ ഹെൽത്ത് സർവീസുകൾ വിതരണം ചെയ്യുമ്പോൾ അവിടെ നടപ്പിലാക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന റീജിയണലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആശയം മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടൊന്നാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന റീജിയണൽ പ്ലാനിങ് അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്ത് ഫെസിലിറ്റി കൊണ്ടുവരിക അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രാദേശികവൽക്കരണത്തിന് അടിസ്ഥാനമാക്കിയുള്ള ഹോസ്പിറ്റൽ കൊണ്ടുവരിക എന്നത് എപ്പോഴും ഒരു ഹെൽത്ത് പ്ലാനേഴ്സിന്റെ മനസ്സിൽ വർഷങ്ങളായിട്ട് വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ വരുമ്പോൾ ശരിക്കും എങ്ങനെയാണ് വരേണ്ടത്? അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചായിരിക്കണം അല്ലെ. ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ പേഷ്യൻസ് മാത്രമാണോ വരിക? പേഷ്യൻസ് മാത്രമാണോ വരിക? അത് യൂസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അല്ല, അവിടെ ഉള്ള എല്ലാ സ്റ്റാഫുകളും എല്ലാവരും വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആളുകളുടെയും ആവശ്യകതകൾ മനസ്സിലാക്കി അതിനനുസൃതമായിട്ടായിരിക്കണം പുതിയ ഹോസ്പിറ്റലുകളാണെങ്കിലും ഹെൽത്ത് സെന്റേഴ്സ് ആണെങ്കിലും നിർമ്മിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു യുക്തിപരമായ രീതിയിലുള്ള ബിൽഡിങ്ങുകളായിരിക്കണം, ഫെസിലിറ്റികളായിരിക്കണം നിർമ്മിക്കേണ്ടത്. അതോടൊപ്പം തന്നെ അവിടെ കൊടുക്കുന്ന സർവീസുകൾ എന്ന് പറയുന്നത് രോഗികളുടെ ആവശ്യകതകൾ അനുസൃതമായിട്ട് അല്ലെ, അവിടെ പേഷ്യൻസിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ, രോഗികളുടെയും ആവശ്യകതകൾക്ക് അനുസൃതമായി വ്യത്യസ്ത തലങ്ങളിലുള്ള സർവീസുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരികയും ചെയ്യണം. ക്ലിയർ ആണോ? വേഗം ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കി. ചിലത് നമുക്കൊന്നുകൂടി വായിക്കുമ്പോഴാണ് മനസ്സിലാവാം. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? സെക്കൻഡ് പാരഗ്രാഫ്. ഓക്കെ, ഇനി നമ്മള് എന്താണ് റീജിയണലൈസേഷൻ എന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായിരിക്കും റീജിയണലൈസേഷൻ നോക്കാം. റീജിയണലൈസേഷൻ ഈസ് എ സിസ്റ്റം ഓഫ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ ബൈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലെവൽസ് ഓഫ് കെയർ which range from primary health center at the community level to general hospital and specialized floral clinics at the intermediate level and culminating in higher medical centers where the practice of all specialties is carried out with teaching and research as major concerns. അപ്പൊ ആ പാഠത്തിൽ നിന്ന് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും അല്ലെ. നമ്മുടെ റീജിയണലൈസേഷൻ അല്ലെങ്കിൽ പ്രാദേശികവൽക്കരണം എന്ന് പറയുമ്പോൾ ഇത് എന്ത് സംവിധാനമാണ്? ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ സാങ്കേതികപരവും അത് ഭരണപരവുമായിട്ടുള്ള ഒരു വികേന്ദ്രീകൃത സംവിധാനമാണ്. അതായത് ഇവിടെ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, എന്താണ് സ്ഥാപിക്കുന്നത്? ലെവൽസ് ഓഫ് കെയർ. നമ്മൾ ചെയ്തിട്ട് ലെവൽസ് ഓഫ് കെയർ ആണ്, പരിചരണ തലങ്ങളാണ് നമ്മൾ ഇവിടെ സ്ഥാപിക്കുന്നത്. എങ്ങനെയുള്ള പരിചരണ തലങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്? 3 തലങ്ങളായിട്ടാണ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് കമ്മ്യൂണിറ്റി ലെവലാണ്. കമ്മ്യൂണിറ്റി ലെവലിൽ വരുന്ന എന്താ? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണിത് അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പലതരത്തിലെ ഹോസ്പിറ്റൽസ് തിരിക്കുന്നത്?
അല്ലേ? പഠിച്ചതല്ലേ? അപ്പൊ ഇവിടെ കമ്മ്യൂണിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകളാണ്. ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് കമ്മ്യൂണിറ്റി ലെവലിൽ വരുന്നത്. അടുത്ത ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നതാണ് ജനറൽ ഹോസ്പിറ്റൽസും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോളിക്ലിനിക്കുകളും. എന്താണ് പോളിക്ലിനിക്സ്? എന്താണ് പോളിക്ലിനിക്സ്? ജനറൽ ഹോസ്പിറ്റൽ നമുക്കറിയാം അല്ലെ? പ്രൈമറി ഹെൽത്ത് സെന്ററുകളും നമുക്കറിയാം. എന്താണ് പോളിക്ലിനിക്സ്? മൾട്ടി സ്പെഷ്യാലിറ്റി ശരിക്കും ക്ലിനിക്കുകൾ തന്നെയാണ് കേട്ടോ. ഹെൽത്ത് ഫെസിലിറ്റി അല്ലെങ്കിൽ ക്ലിനിക്കുകൾ തന്നെയാണ്. എന്നാൽ നമ്മുടെ ഔട്ട് പേഷ്യന്റ് ബേസിസിൽ നടത്തുന്ന ക്ലിനിക്കുകൾ തന്നെയാണ്, കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്നു മാത്രം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട്, പ്രിവെന്റീവ് കെയർ, വാക്സിനേഷൻസ് നടത്താം, മൈനർ സർജറി, അതെ ഡെന്റൽ പോലെയുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള മൈനർ സർജറികൾ നടത്താം. അല്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളില്ല നമ്മുടെ ഔട്ട് പേഷ്യന്റ് ബേസിൽ നടത്തുന്ന ക്ലിനിക്സ് പോലെ. എന്നാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഡെന്റൽ ഹോസ്പിറ്റലുകളൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് റൂട്ടീൻ ചെക്കപ്പുകൾ നടത്താറുണ്ട്, കൺസൾട്ടേഷൻസ് നടത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോളിക്ലിനിക്കുകൾ ഉണ്ട് അല്ലെ? ഇപ്പൊ ഡെന്റൽ എന്ന് പറയുമ്പോൾ അത് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഐ ക്ലിനിക്കുകൾ ഉണ്ട് അല്ലെ? ഐ മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നടത്തുന്ന അങ്ങനെയുള്ള പോളിക്ലിനിക്കുകളും അതുപോലെ ജനറൽ ഹോസ്പിറ്റലും ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നത്. അപ്പൊ ആ ഒരു ലെവൽസ് തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു ലെവൽസ് ഓഫ് കെയർ ആണിത്. കമ്മ്യൂണിറ്റി ലെവല്, ഇന്റർമീഡിയറ്റ് ലെവല്, അടുത്തതാണ് ഹയർ ലെവല്. ഹയർ ലെവലിൽ വരുമ്പോ എന്താണ്? കൾമിനേറ്റിംഗ് ഇൻ ഹയർ മെഡിക്കൽ സെന്റേഴ്സ്. ഇനി എന്തിൽ ചെന്നാണ് ഇത് കലാശിക്കുന്നത്? എന്തിൽ ചെന്നാ? ഹയർ മെഡിക്കൽ സെന്റർ where the practice of all specialties carried out with teaching and research are major concerns. അല്ലെ? ടീച്ചിങ് അതുപോലെ റിസർച്ചുകൾ മുതലായ കാര്യങ്ങള് മേജർ കൺസേൺ ആയിട്ട് അല്ലെങ്കിൽ മേജർ വിഷയങ്ങളായിട്ട് എടുത്തുകൊണ്ട് പലതരത്തിലുള്ള സ്പെഷ്യാലിറ്റി പ്രാക്ടീസുകളും രീതികള് ക്യാരി ചെയ്തു കൊണ്ടുപോകുന്ന മെഡിക്കൽ സെന്ററുകളാണ് ഹയർ ലെവലിൽ വരുന്നത്. മനസ്സിലായോ? അപ്പൊ 3 ലെവലായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ തിരിച്ചിരിക്കുന്നു. അതാണ് ലെവൽസ് ഓഫ് കെയർ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്, അതാണ് ശരിക്കും റീജിയണലൈസേഷനും അത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ഒന്നാമത്തെ ലെവൽ ഏതാ പറയുന്നത്? കമ്മ്യൂണിറ്റി ലെവല്. അതിൽ വരുന്നത് ഏതാണ്? പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വരുന്നുണ്ട്. രണ്ടാമത്തെ ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുമ്പോ ജനറൽ ഹോസ്പിറ്റലുകളും എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോളിക്ലിനിക്കുകളും വരുന്നുണ്ട്. മൂന്നാമത്തെ ഹയർ ലെവലിലേക്ക് വരുമ്പോ അവിടെ എന്താ? മെഡിക്കൽ സെന്ററുകൾ പറയാം അല്ലെ? നമ്മൾ അതിൽ ഓൾറെഡി പറയുന്നുണ്ട്, അടുത്തതായിട്ട് ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാ അതിൽ വരിക. ടീച്ചിങ് ആൻഡ് റിസർച്ച് ഒക്കെ ചെയ്യുമ്പോ ഏത് സ്ഥാപനം പറയാം നമുക്ക്? ഏത് സ്ഥാപനം പറയാം ടീച്ചിങ് ആൻഡ് റിസർച്ച് ചെയ്യുന്ന? മെഡിക്കൽ കോളേജുകൾ അല്ലെ? മെഡിക്കൽ കോളേജുകളും നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളതാണ് ഹയർ ലെവലിൽ വരുന്നത്. അപ്പൊ 3 ലെവൽസ് ഓഫ് കെയർ ക്ലിയർ ആണോ? മനസ്സിലായോ? അതാണ് റീജിയണലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Next നോക്കിയേ, the relationship between organizational scale on one hand and the effectiveness and efficiency on the other hand influences indirectly their numbers and location. അപ്പൊ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും, അതായത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആവാം, ഒരു ജനറൽ ഹോസ്പിറ്റൽ ആവാം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക് ആവാം. അപ്പൊ അതിന്റെയൊക്കെ ആ ഓർഗനൈസേഷണൽ സ്കെയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ സൈസ്, ആ സ്ഥാപനത്തിന്റെ സ്കോപ്പ്, അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ കാര്യക്ഷമത, ഫലപ്രാപ്തി, ഇതൊക്കെ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കുമ്പോ, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അതുമായി ബന്ധപ്പെട്ടുള്ളത് കാണുമ്പോ ഈ പറയുന്ന സ്ഥാപനത്തിന്റെ നമ്പറുകളിലും ലൊക്കേഷനുകളും ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് സ്വാധീനം ചെലുത്തിയേക്കാം. അതായത് ഇപ്പൊ ഒരു നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ജനറൽ ഹോസ്പിറ്റൽ ആണുള്ളതെങ്കിൽ അതിന് തൊട്ടടുത്ത് മറ്റു ആശുപത്രികൾ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു ടൗൺ സംബന്ധിച്ച് നോക്കാം. അപ്പൊ അങ്ങനെ അതായത് അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സൈസ് എത്രത്തോളം ഉണ്ട്, അത് നമുക്ക് നോക്കേണ്ടി വരും. അതുപോലെ ആ ഹോസ്പിറ്റലിലെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും എത്രത്തോളം ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തമ്മിലൊരു റിലേഷൻഷിപ്പില് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ ലൊക്കേഷനിലോ ഒക്കെ ചിലപ്പോൾ എന്ത് വരാൻ സാധ്യതയുണ്ട്? ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നല്ല ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ടാവാം അല്ലെ? ചില സ്ഥലങ്ങളിൽ കുറച്ച് ഹോസ്പിറ്റലിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് ആ ഹോസ്പിറ്റല് അത്
അവിടെ ഉള്ള ഹോസ്പിറ്റൽ മികച്ചതാണെങ്കിൽ ഒത്തിരി ഹോസ്പിറ്റൽ വേണ്ടി ആവശ്യം വരുന്നില്ല. അപ്പൊ അതൊരു സ്വാധീനം ചെലുത്തുന്നില്ലേ ഏതിനാ ഒരു നമ്പറിലും ലൊക്കേഷനിലും ഒക്കെ? അതാണ് പറഞ്ഞിട്ട്. Then regional planning envisages creating a hospital system on a 3-tier basis. അതൊന്നും underline ചെയ്യണം കേട്ടോ. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റീജിയണൽ പ്ലാനിംഗ് പറയുന്നത് പ്രാദേശികവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിയേറ്റിംഗ് എ ഹോസ്പിറ്റൽ സിസ്റ്റം ഓൺ എ 3-tier basis. ഒരു ത്രിതല അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റലിന്റെ സംവിധാനങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് അല്ലെ. ഒരു 3 ലെവലല്ലേ നമ്മൾ പറഞ്ഞത്. അത് തന്നെ 3-tier basis എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ത്രിതല അടിസ്ഥാനം, ത്രിതലമായിട്ട് 3 ലെവൽസ് ആയിട്ട് നമ്മൾ 3 ടയറുകളായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നു. The normal community is served with the local hospital. നോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എങ്ങനെയാണ് സെർവ് വിത്ത് ലോക്കൽ ഹോസ്പിറ്റൽ? അതായത് റൂറൽ ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ റൂറൽ ഹോസ്പിറ്റലുകളാണ് ഒരു നോർമൽ കമ്മ്യൂണിറ്റി. അതായത് 30 to 100 ബെഡ്സ് വരെയുള്ള ഒരു റൂറൽ ഹോസ്പിറ്റലിൽ നമുക്ക് ആവശ്യമായ പരിചരണങ്ങൾ കിട്ടുന്നുണ്ട്. ആ നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രോബബ്ലി അൺഡിഫറൻഷിയേറ്റഡ് പ്രൊവൈഡിംഗ് ജനറൽ മെഡിക്കൽ സർജിക്കൽ ആൻഡ് മെറ്റേണിറ്റി കെയർ. റൂറൽ ഹോസ്പിറ്റലിൽ പറയുന്ന കെയറുകളൊക്കെ നമുക്ക് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ടോ? യാതൊരു വ്യത്യാസവും ഇല്ലാതെ തന്നെ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള കെയർ കിട്ടുന്നുണ്ട് അല്ലെ. നമുക്ക് മറ്റെന്തൊക്കെ കെയർ കിട്ടുന്നുണ്ട്? ഒരു റൂറൽ ഹോസ്പിറ്റലിൽ പോയാൽ എന്തൊക്കെ കിട്ടാം? മെഡിക്കൽ പരമായിട്ടുള്ള കെയർ കിട്ടുന്നുണ്ട്, ആവശ്യമായിട്ടുള്ള സർജറി, ചെറിയ രീതിയിലുള്ള മേജർ സർജറീസ് അല്ലെങ്കിൽ കൂടി അത്യാവശ്യം വാക്സിനേഷൻസുമായി ബന്ധപ്പെട്ടത് കിട്ടുന്നുണ്ട്, മെറ്റേണിറ്റി കെയർ കിട്ടുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട യാതൊരുവിധ വ്യത്യാസങ്ങളും ഇല്ലാതെ, ഇന്നാൾക്ക് കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഇന്നാൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നൊരു വ്യത്യാസമൊന്നും ഇല്ലാതെ നമുക്ക് ഈ പറയുന്ന സർവീസുകൾ അവിടെ നിന്ന് കിട്ടാറുണ്ട് അല്ലെ. ദെൻ അടുത്തതായിട്ട് പറഞ്ഞത് ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റൽസ് ആണ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെ. നമുക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പറയാലോ. നമ്മൾ നേരത്തെ രണ്ടാമത് ഇന്റർമീഡിയറ്റ് ലെവലിൽ പറഞ്ഞതല്ലേ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റലൊക്കെ സെവറൽ 100 ബെഡ്സ് അല്ലെ. 100 ബെഡ്സിലും കൂടുതലാണ് അവിടെ ഉണ്ടാവുക അല്ലെ. And serve as a local hospital for the population in its immediate vicinity and as a referral hospital for a group of rural hospitals in this region. ആ ഒരു റീജിയനിലെ നമുക്കറിയാം ഒരു റൂറൽ ഹോസ്പിറ്റൽ ഉണ്ടാവും. ആ റൂറൽ ഹോസ്പിറ്റലുകൾ, ഒരു ഹോസ്പിറ്റലാണ് റൂറൽ ഹോസ്പിറ്റൽ ഉണ്ടാവുക, ഒരു ഏരിയയിൽ ഒരു റൂറൽ ഹോസ്പിറ്റൽ, അങ്ങനെയല്ലേ ഉണ്ടാവുന്നത്? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരു ഏരിയയിൽ ഒരു റൂറൽ ഹോസ്പിറ്റല്. അതുപോലെ ഈ പറയുന്ന ജനറൽ ഹോസ്പിറ്റലിന് കീഴിൽ ഒത്തിരി റൂറൽ ഹോസ്പിറ്റലുകൾ ഉണ്ടാവില്ലേ? ഓരോ ഏരിയ വെച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ എടുത്ത് നോക്കുമ്പോ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ പറയുന്ന എല്ലാ റൂറൽ ഹോസ്പിറ്റലുകളുടെയും ഒരു റെഫറൽ പോലെയാണ് ഈ ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ റൂറൽ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന ഒരു പേഷ്യന്റിന് അപ്പൊ നമുക്ക് അവിടെ ആവശ്യമായ പരിചരണങ്ങൾ കൊടുത്തു. അപ്പൊ അവർക്ക് മതിയായ സർവീസുകളോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കും. നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല. അപ്പൊ നമ്മൾ എവിടേക്കാ റെഫർ ചെയ്യുക? അവിടെ എവിടേക്കായിരിക്കും റെഫർ ചെയ്യുക? ഏത് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും റെഫർ ചെയ്യുക? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക്, ജനറൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്യും അല്ലെ. ഇനി ജനറൽ ഹോസ്പിറ്റലിലും പറ്റാത്ത കേസുകളാവുമ്പോൾ നമ്മൾ എങ്ങോട്ട് വിടും? മെഡിക്കൽ കോളേജ് പോലുള്ളവ ആശ്രയിക്കും അല്ലെ. അപ്പൊ ഇവിടെ എപ്പോഴും ഒരു റെഫറൻസ് ആയിട്ടാണ് ഈ പറയുന്ന ഹയർ ഹോസ്പിറ്റൽ നിലനിൽക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോർമൽ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഏതാണ്? റൂറൽ ഹോസ്പിറ്റൽ ആണ് വരുന്നത്. ആ റൂറൽ ഹോസ്പിറ്റലിൽ 30 മുതൽ 100 ബെഡ്സിന് താഴെ വരെയാണ് അവിടുത്തെ ആ ഒരു കണക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ളതും മെഡിക്കൽ പരമായിട്ടുള്ളതും സർജിക്കൽ ആൻഡ് മെറ്റേണിറ്റി കെയറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് യാതൊരു വ്യത്യാസവും ഇല്ലാതെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റൽ ആകുമ്പോൾ നമുക്ക് അതിലൊരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതെന്ന് പറയുന്നത് അവിടെ 100 ബെഡ്സിൽ കൂടുതലാണ് അല്ലെ. 100 ബെഡ്സിൽ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ സെർവ് ആസ് എ ലോക്കൽ ഹോസ്പിറ്റൽ ഫോർ ദ പോപ്പുലേഷൻ. ആ പോപ്പുലേഷന് വേണ്ടിയിട്ട് ലോക്കൽ ഹോസ്പിറ്റൽ പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. നമുക്കൊരു ലോക്കലായിട്ട് നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു ഇടമല്ലേ. ഒരു മെഡിക്കൽ കോളേജിന്റെ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടോ? നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പോയി ഡോക്ടേഴ്സിനെ കാണാനും കൺസൾട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് വിസിനിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്തൊരു സാമീപ്യം കൊടുക്കുന്നത് എന്താണ്? ആസ് എ റെഫറൽ ഹോസ്പിറ്റൽ ഫോർ എ ഗ്രൂപ്പ് ഓഫ് റൂറൽ ഹോസ്പിറ്റൽ ഇൻ ദിസ് റീജിയൻ. ആ റീജിയനിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റൂറൽ ഹോസ്പിറ്റലിന്റെ ഒരു റെഫറൽ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണോ?
ഓക്കെ ആണോ? മനസ്സിലായോ അതെന്താ ഉദ്ദേശിക്കുന്നത്? Okay. Like such as general hospital would provide medical, surgical, obstetrical and other specialized treatment. In a general hospital, district hospital, അവിടെ കുറച്ചും കൂടി അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് കെയറുകൾ കിട്ടും അല്ലെ? കിട്ടില്ലേ? മെഡിക്കൽ ആയിട്ടുള്ള കെയറുകൾ കിട്ടുന്നുണ്ട്, സർജിക്കൽ ആയിട്ടുള്ള കെയറുകൾ കിട്ടുന്നുണ്ട്, ഒബ്സ്റ്റട്രിക്കൽ ആയിട്ടുള്ളത്, അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ആൻഡ് തേർഡ് ടൈം മൂന്നാമത്തെ ലെവൽ നോക്കാം. മൂന്നാമത്തെ ലെവലിൽ എന്താ പറയുന്നത്? The regional hospital catering to the intermediate hospital in a geographic region is designed to provide a complete range of treatment. അതായത് ഇവിടെ ഈ തേർഡ് ടയർ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ മുകളിൽ വരുന്നതാണ്? എന്തിനൊക്കെ മുകളിൽ വരുന്നതായി തേർഡ് ടയർ എന്ന് പറയുന്നത്? നമ്മുടെ റീജിയണൽ ഹോസ്പിറ്റൽസിന്റെയും ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റൽസിന്റെയും മുകളിൽ വരുന്ന ആ സെയിം ജിയോഗ്രഫിക്കൽ ഏരിയയിൽ വരുന്ന ഉയർന്ന ഹോസ്പിറ്റലാണ് തേർഡ് ടയറിൽ വരിക അല്ലെ? ഒരു ഏരിയ ഉണ്ടാവും, ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ഉണ്ടാവും. ആ ഏരിയയിലാണ് ഈ പറയുന്ന ഹോസ്പിറ്റലൊക്കെ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ എറണാകുളം എന്ന് പറയുന്ന ഒരു ഏരിയ എടുക്കുന്നു. ആ എറണാകുളം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ടാവും ഇല്ലേ? ഉണ്ടോ? ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നേ? അപ്പൊ ആ ഒരു ഏരിയ എടുക്കുമ്പോ അവിടെ ഏറ്റവും താഴെ കുറെ റൂറൽ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും അല്ലെ? കുറെ റൂറൽ ഹോസ്പിറ്റൽ, അപ്പൊ അത് കുറെ അധികം സ്ഥലങ്ങളുണ്ട്, അപ്പൊ ഒരുപാട് റൂറൽ ഹോസ്പിറ്റൽ ഉണ്ടാവും. ആ റൂറൽ ഹോസ്പിറ്റലിന് വേണ്ടി ഒരു ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ടാവും. ആ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന് മുകളിലായിട്ട് ഒരു മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു സ്ഥാപനം ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ എടുക്കുമ്പോ ഈ റീജിയണൽ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളും ഒക്കെ എന്തിന്റെ കീഴിൽ വരുന്നു? ഈ പറയുന്ന തേർഡ് ടയർ അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഹയർ ആയിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റലിന് കീഴിലാണ് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്താണ് നമുക്കൊരു മെഡിക്കൽ കോളേജ് എന്ന് ആലോചിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, എന്നാലും നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്താൽ മാത്രമേ ഓർമ്മ കിട്ടുള്ളൂ. നോക്കി നീ എന്താ പറയുന്നേ? ഇവിടെ ഈ മെഡിക്കൽ കോളേജുകളൊക്കെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടും? ഒത്തിരി സ്പെഷ്യാലിറ്റിയുള്ള ട്രീറ്റ്മെന്റുകൾ കിട്ടും അല്ലെ? റേഡിയോ തെറാപ്പികൾ കിട്ടും, ന്യൂറോ സർജറികൾ കിട്ടും, തൊറാസിക് സർജറികൾ കിട്ടും അല്ലെ? ഓങ്കോളജിയുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒത്തിരി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒത്തിരി സർവീസുകൾ നമുക്ക് ഈ പറയുന്ന തേർഡ് ടയറിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മൂന്നാമത്തെ ലെവലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ടിപ്പിക്കലി സച്ച് ആസ് ഹോസ്പിറ്റൽ വിൽ ബി ലിങ്ക്ഡ് ടു എ മെഡിക്കൽ കോളേജ് അല്ലെ? ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ എപ്പോഴും എന്തുമായിട്ട് ലിങ്ക്ഡ് ആണ്? മെഡിക്കൽ കോളേജുകൾ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചിങ് സെന്ററുകൾ, പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് കൊടുക്കുന്ന ടീച്ചിങ് സെന്ററുകൾ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. അവരുമായി ബന്ധപ്പെട്ട അവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്ക് ടീച്ചിങ് കൊടുക്കുന്ന സെന്ററുകളും നമുക്ക് ഇതിൽ ഉൾപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള സർവീസുകൾ കിട്ടുന്നത്. അപ്പൊ 3 ടയർ ആയിട്ട് തിരിക്കുന്നതിന്റെ കാര്യം അവിടെ കൊടുക്കുന്ന സർവീസുകളിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ്. ക്ലിയർ ആണോ? വേഗം ഒന്ന് ആ പാരഗ്രാഫ് ഒന്ന് വേഗം വായിച്ചു നോക്കി. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് റീജിയണലൈസേഷൻ എന്ന് മനസ്സിലായോ? ഓക്കെ, നമ്മൾ അടുത്ത ചെറിയൊരു ഭാഗം കൂടി ഉള്ളൂ, അതുകൂടി കഴിഞ്ഞാൽ ഇത് കഴിയും കേട്ടോ. അപ്പൊ നോക്കിയത് the hospital would be strategically located in the region so the patients in need of its highly specialized services could readily refer to it. അതായത് ഇവിടെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എവിടെയായിരിക്കണം അതിന്റെ ലൊക്കേഷൻ പറയുന്നത്? പ്രധാനപ്പെട്ട ഇടങ്ങളിലായിരിക്കണം. എന്ത് പ്രധാനപ്പെട്ട? പേഷ്യൻസിന്റെ ആവശ്യകതകൾ അല്ലെ. ഒരു പേഷ്യൻസിന് എവിടെയാണ് പേഷ്യൻസ് ഇൻ നീഡ് ഓഫ് ഇറ്റ്സ് ഹൈലി സ്പെഷ്യലൈസ്ഡ് സർവീസ്, അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ ആവശ്യമായി വരുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ അത് അവർക്ക് ലഭ്യമാക്കി നൽകാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലായിരിക്കണം ഒരു ഹോസ്പിറ്റലിന്റെ റീജിയണലി ലൊക്കേഷൻ വരേണ്ടത്. Regionalization envisages a wide flow of patients and services and also sharing of senior medical staff by holding consultant sessions at district hospital and wise and regular visits to hospital. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റീജിയണലൈസേഷൻ എന്ന് പറയുന്നത് ജനറലൈസ് പറയാണ് കേട്ടോ. റീജിയണലൈസേഷൻ എന്ന് പറയുമ്പോൾ a wide flow of patients എന്നാണ് പറയുന്നത്, സർവീസസ്. ഇവിടെ എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പേഷ്യൻസിന്റെ ഒരു ഫ്ലോ നടക്കുന്നുണ്ടോ? അവിടെ സർവീസുകളുടെ ഒരു ഒഴുക്ക് നടക്കുന്നുണ്ടോ? ആദ്യം ഒരു പേഷ്യന്റ് ഒരു റൂറൽ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ റീജിയണൽ ഹോസ്പിറ്റലിലേക്ക് പോയി, അത് ചിന്തിക്കുക കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അവിടെയുള്ള ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ഒന്നും അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. അവർക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ നേരെ അടുത്തത് എങ്ങോട്ടാ പോവുക? പോകുന്നത്? അവിടെ നിന്ന് നേരെ റൂറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോകും അല്ലെ. അപ്പൊ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നു, അവിടെയും നമ്മുടെ കൺസൾട്ടേഷൻ കഴിഞ്ഞു, നമ്മൾ ഡയഗ്നോസിസ് എടുത്തു. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നും എങ്ങോട്ട് റെഫർ ചെയ്യുന്നു? എങ്ങോട്ടാണ് റെഫർ ചെയ്യുന്നത്? മെഡിക്കൽ കോളേജുകളിലേക്ക് നമ്മൾ പോവാണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു പേഷ്യൻസിന്റെ ഒരു ഫ്ലോ ആണ്, പേഷ്യൻസിന്റെയും സർവീസുകളുടെയും ഒരു ഫ്ലോ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഓരോ ലെവൽസില് ആ ഒരു പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളുടെ ആ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഷെയറിംഗ് ഓഫ് സീനിയർ മെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെ. ഇപ്പൊ ഒരു സ്ഥലത്ത് ചെന്നു, അവിടെ നമുക്ക് പറ്റാത്തതിൽ നമ്മൾ അടുത്ത ഹെയർ ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ അടുത്തേക്ക് ഇവരെ റെഫർ ചെയ്ത് വിടുകയാണ്. അതുപോലെ തന്നെ ഹോൾഡിംഗ് കൺസൾട്ടന്റ് സെഷൻസ്, പല കൺസൾട്ടന്റ് സെഷൻസിലൂടെ ഇവരെ കണ്ടുപിടിക്കുകയാണ് അല്ലെ. ആ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അപ്പൊ നമ്മൾ റൂറൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറ്റാത്തവരാണെങ്കിൽ നമ്മളുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കൺസൾട്ടേഷൻ നടത്തി സീനിയർ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളെ കണ്ടു, അവരുടെ അഭിപ്രായത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നു. അതുപോലെ തന്നെ റെഗുലർ വിസിറ്റ്സ് ഹോസ്പിറ്റൽ, സ്ഥിരമായിട്ട് നമുക്ക് ആവശ്യമായി വന്നാൽ ഈ പറയുന്ന ഓരോ ഹോസ്പിറ്റൽ, ചിലപ്പോ ചില ആളുകളുണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ ചിലപ്പോൾ സർജറി ചെയ്തതായിരിക്കാം, എന്നാൽ പോലും അവര് കൺസൾട്ടേഷൻ ഇപ്പൊ റെഗുലർ ആയിട്ട് കൺസൾട്ടേഷൻ വിസിറ്റിന് വരണമെങ്കിൽ അവര് റൂറൽ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ കാണിക്കുന്നത് അല്ലെ. അവിടെ വരെ പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാറുണ്ട് ഹോസ്പിറ്റലുകാർ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതുപോലെ അപ്പൊ അങ്ങനെ ഒരു ഫ്ലോ ഓഫ് പേഷ്യൻസ് ആൻഡ് സർവീസ് ഒരു റീജിയണലൈസേഷനിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒറ്റ ലെവലുകളിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അതേസമയം ഈ ഒരു സംവിധാനം നമുക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടും. ഈ ഒരു സംവിധാനം നമുക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടും? ഇല്ല അല്ലെ, യാതൊരു കാരണവശാലും കിട്ടില്ല. കാരണം ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റോട് കൂടി നടക്കുന്നതായതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ നമുക്കൊരു റൂറൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, മറ്റേ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കുറച്ചും കൂടി പ്രാധാന്യത്തിൽ അവർ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. മെഡിക്കൽ കോളേജുകളിലാണെങ്കിലും അങ്ങനെ തന്നെ. അതേസമയം നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതേപോലെയുള്ള രീതിയിലുള്ള ഒരു ഫ്ലോ അവിടെ ഉണ്ടാവുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും റീജിയണലൈസേഷൻ അല്ലെങ്കിൽ പ്രാദേശികം. എൻവിസേജിംഗ് പറഞ്ഞാൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ വിഭാവനം ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിന് ചോദിച്ചേ. എന്താണ് റീജിയണലൈസേഷൻ മനസ്സിലായോ? പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ഇവിടെ ഞങ്ങളുടെ ഇത്രയും ക്ലിയർ ആയെങ്കിൽ ഈ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടാ. പിക്ചർ ചോദിക്കൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇലസ്ട്രേഷന് വേണ്ടി കാണിച്ചിരിക്കുന്നത് മാത്രം കേട്ടോ. ഇവിടെ കോൺസെപ്റ്റ് ഓഫ് റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതില് ചെറിയ വലിയ വട്ടത്തിൽ വരച്ചിരിക്കുന്ന ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണ്.
ആ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന് ചുറ്റുമായിട്ട് ഒത്തിരി റീജിയണൽ ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ. ചെറിയ ഡോട്ട് റീജിയണൽ ഹോസ്പിറ്റൽ. പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചേ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകള് വലിയ വട്ടത്തില് ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നു. ഇനി റൂറൽ ഹോസ്പിറ്റലാണ് ചെറിയ ഡോട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും ഒരു ഡിസ്ട്രിക്ട്, ഒരു റീജിയൻ വെച്ച് ചിന്തിക്കാം കേട്ടോ. ഒരു റീജിയൻ, ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ. ആ ഒരു ഏരിയയില് ഒത്തിരി റൂറൽ ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ. ഒത്തിരി റൂറൽ ഹോസ്പിറ്റലുകൾ ഉണ്ട്. ആ ഒരു റീജിയൻ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലുകളുടെ എല്ലാം കൂടി വരുന്നത് എന്തിലേക്കാ? ആ റൂറൽ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും വരുന്നത് ഏതിലേക്കാ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് അല്ലെ. അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക്. ഇനി ആ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നമുക്കൊരു റീജിയണൽ ഹോസ്പിറ്റൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് ട്രഷറിയാണ്, അതായത് അടുത്ത ലെവലിലുള്ളതാണ്. അപ്പൊ ഒരു 3 ലെവലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഏരിയാസിൽ നിന്നും ഇതേപോലെയുള്ള ഹോസ്പിറ്റലുകളും സൗകര്യങ്ങളും ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കാം. എന്താണ് 3 ലെവൽ ആകുമ്പോൾ അതിൽ ഒന്നാമത്തത് ഏറ്റവും താഴെയുള്ളത് റൂറൽ ഹോസ്പിറ്റലാണ്. രണ്ടാമത്തെ ലെവലിലേക്ക് പല റൂറൽ ഹോസ്പിറ്റലുകളുടെയും ഒരു റെഫറൽ ആയിട്ട് പ്രവർത്തിക്കുന്നത് ജനറൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളാണ്. അതിന് ആ ഒരു പ്രത്യേക ഏരിയയില് ഈ പറയുന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനെയും റൂറൽ ഹോസ്പിറ്റലിനെയും എല്ലാത്തിനെയും മുകളിലായിട്ട് എന്തുണ്ടായിരിക്കും? റീജിയണൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലെയുള്ള ടെർഷറി ലെവലിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പിക്ചർ ഒന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചിരിക്കുന്നത് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് അപ്പൊ റീജിയണലൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ആ 3 ലെവൽസും അല്ലെങ്കിൽ 3 ടയേഴ്സും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിൽ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ഓരോ ലെവലിലും ഉള്ളവർ കൊടുക്കുന്നത്, അതൊന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത്രയും കാര്യങ്ങൾ അവിടെ എന്തായാലും നിർബന്ധമായിട്ടും ആ പാരഗ്രാഫുകളിൽ നോക്കണം കേട്ടോ. അടുത്തത് നമ്മുടെ നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് പോകുന്നത് ഹോസ്പിറ്റൽ പ്ലാനിങ് ടീം. എന്താണ് ഒരു ഹോസ്പിറ്റൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ടീം ഉണ്ടാക്കണം അല്ലെ. ഒരു ടീം വേണ്ടേ ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ? ഒരു വ്യക്തിക്ക് എന്താണ് ഒരു വ്യക്തി ചെയ്യുന്നതും ഒരു ടീം ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്തായാലും ഇപ്പൊ നമ്മുടെ വീടൊക്കെ പണിയാറുണ്ട് അല്ലെ. നമ്മുടെ വീട് പണിയുമ്പോ ഇപ്പൊ ഒരാളാണ്, ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അച്ഛന്റെ ഇഷ്ടത്തിനാണ് പണിയുന്നത് അല്ലെങ്കിൽ വീട് പണിയുന്നതെന്ന് വിചാരിച്ചു. നമ്മളൊന്നും നാട്ടിലില്ല, അപ്പൊ അച്ഛൻ മാത്രമുള്ള നാട്ടില് അല്ലെങ്കിൽ അമ്മ മാത്രമുള്ള നാട്ടില്. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ ഒരാളുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് മാത്രം അവരുടെ കോൺസെപ്റ്റിനനുസരിച്ചാണ് അവർ പണിത് കഴിഞ്ഞ് വരുമ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടാവോ? നമുക്ക് ഇഷ്ടാവും? എല്ലാ കാര്യങ്ങളും നമുക്ക് അത് ഇഷ്ടപ്പെടോ? ചിലപ്പോ ഇല്ല, സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എന്താ? നമ്മുടെ കാര്യങ്ങൾ നമുക്കാണ് അറിയാം അല്ലെ. നമ്മളാണ് നമ്മുടെ റൂമിൽ ഇന്ന കാര്യങ്ങൾ വേണമെന്ന് നമുക്കൊരു ചിന്ത ഉണ്ടാവില്ലേ? കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ നമ്മുടെ മനസ്സില്? അതുപോലെ വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലെ കാര്യവും. ഒരു വ്യക്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം ഒരു അഡ്മിനിസ്ട്രേറ്ററെയാണ് അത് ഏൽപ്പിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും അത് പ്ലാനിങ് ചെയ്യുന്നതും ബിൽഡ് ചെയ്യുന്നതും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ആവശ്യകതകളെല്ലാം അതിൽ പാലിക്കുന്നുണ്ടാവും. ഇപ്പൊ ഒരു അമ്മ വീട് പണി, അമ്മയാണ് അതിന്റെ നേതൃത്വം നൽകുന്നത് വിചാരിക്കുക. അമ്മയുടെ പ്രധാന സ്ഥലം എവിടെയാണ്? നമ്മുടെ അമ്മമാർ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന സ്ഥലം ഏതാണ്? ഏറ്റവും കൂടുതൽ കിച്ചൺ ആണ്. അപ്പൊ അവരുടെ കിച്ചൺ ഏരിയ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കും. കാരണം എന്താ? അവര് പെരുമാറുന്ന ഇടം അതാണ്, അവർക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുന്ന ഇടം അതാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ആ ഒരു ഏരിയ മികച്ചതാക്കി വെക്കാനുള്ള പ്ലാനിങ് ആയിരിക്കും നടത്തുക അല്ലെ, സ്വാഭാവികമായിട്ടും. അതേസമയം അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ടീമായിട്ട് ആ ടീമിൽ ആരൊക്കെ വേണമോ? ആരൊക്കെ വേണ്ടി വരും ആ ടീമില്? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആരൊക്കെ വേണ്ടി വരും ആ ടീമില്? അഡ്മിനിസ്ട്രേറ്റർ മാത്രം മതിയോ? അല്ല, അഡ്മിനിസ്ട്രേറ്റർ മാത്രം മതിയോ? പിന്നെ ആരൊക്കെ വേണം? ആ ഹോസ്പിറ്റലില് അത് ആരൊക്കെയാണോ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റും യൂസ് ചെയ്യുന്ന എല്ലാവരും വേണം. ആ മെഡിക്കൽ സ്റ്റാഫുകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഈ പറയുന്ന പ്ലാനിങ് ചെയ്യേണ്ടത് ആണല്ലോ. എന്നാലല്ലേ ഓരോ ഏരിയയിലും ഇന്ന സൗകര്യങ്ങളാണ് വേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്ന് അവരെയും കൂടി ഉൾപ്പെടുത്തി അത് ആദ്യം മുതലേ അവർ ഉൾപ്പെടുത്തണം അല്ലെ. അവസാനം വന്നിട്ട് ഇതേ നോക്കിയത് മതിയോ എന്ന് ചോദിക്കുന്നതല്ല കാര്യം. ആദ്യം മുതലേ അവരെയും കൂടി ഉൾപ്പെടുത്തി വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇതിന് ആദ്യം ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാണ് ഇതിലേക്ക് വരുന്നത് കേട്ടോ.
നോക്കി, one must realize in the beginning at the hospital project planning and execution is likely to be a difficult and frustrating task. അപ്പൊ ഒരാള് ഒരു ബിഗിനിങ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നു, ആസൂത്രണം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ നടപ്പിലാക്കണം എന്നതിന്റെ ആ ഒരു ആരംഭത്തിൽ അല്ലെങ്കിൽ ആ തുടക്കത്തിൽ തന്നെ ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റല് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക, അത് നടപ്പിലാക്കുക, അല്ലെങ്കിൽ അത് നിർവഹണം നടത്തുക, ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. ആ ഫ്രസ്ട്രേറ്റിംഗ് ടാസ്ക് ആണ്. എന്താണ്? അതൊരു നിരാശാജനകമായിട്ടുള്ള ഒരു പ്രവൃത്തി കൂടിയാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല എന്ന് ആദ്യം തന്നെ ഈ ടീമിലുള്ള ഓരോ വ്യക്തികളും മനസ്സിലാക്കണം. All the people involved in the delivery as well as litigation services are concerned with hospital planning. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പ്ലാനിങ്ങുമായിട്ട് ഉത്കണ്ഠയുള്ള അല്ലെങ്കിൽ ആശങ്കയുള്ള സർവീസുകളാണ് all the people involved in delivery. ഈ സർവീസുകൾ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയുണ്ടാവാം. അതുപോലെ ലിറ്റിഗേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലിറ്റിഗേഷൻ സർവീസുകൾ? ലീഗൽ അസിസ്റ്റൻസ് കൊടുക്കുക. അതായത് ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവർ പലതരത്തിലുള്ള ലീഗൽ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ, ഇല്ലേ? അപ്പൊ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ലീഗൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന സർവീസുകളാണ് ലിറ്റിഗേഷൻ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സർവീസുകൾ കൊടുക്കുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ഇവിടെ സർവീസുകൾ വിതരണം ചെയ്യുന്ന ഡെലിവറി ചെയ്യുന്ന ആളുകളാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ പറയുന്ന ഹോസ്പിറ്റൽ പ്ലാനിങ്ങിൽ ആശങ്കകൾ അല്ലെങ്കിൽ കൺസേൺ ഉണ്ടായിരിക്കും. The people, patients, nursing, medical staff and the management all have their own peculiar requirements. അവിടെയുള്ള ആളുകളായിക്കോട്ടെ, പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്ന പേഷ്യൻസ് ആവാം അല്ലെ, അല്ലെങ്കിൽ മറ്റു ആളുകളായിക്കോട്ടെ, പേഷ്യൻസ് ആയിക്കോട്ടെ, നഴ്സ് ആരായിക്കോട്ടെ, മെഡിക്കൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ടീം ആയിക്കോട്ടെ, all have their own peculiar requirements. ഇവർക്കെല്ലാം അവരുടേതായ ഒരു ആവശ്യകതകളില്ലേ, ഇല്ലേ? ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല നഴ്സുമാരുടെ ആവശ്യകതകളായിരിക്കും ഒരു പേഷ്യന്റിന്റെ ആവശ്യകത അല്ല. അപ്പൊ ഈ പറയുന്ന എല്ലാ ആളുകൾക്കും അവരുടേതായ പ്രത്യേകമായ ആവശ്യകതകളുണ്ട്. അപ്പൊ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഹോസ്പിറ്റല് പ്ലാൻ ചെയ്തെടുക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഒരു ടീമിനെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുക, അത് നിർവഹിക്കുക, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള ഒരു കാര്യമില്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഒത്തിരി പേര് അതിൽ കൺസേൺ അല്ലെങ്കിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നവരുണ്ട്. Then technical requirements of a particular profession group is isolation have led to creation of physical forms limited in their utility. ഇതാണ് ആദ്യം പറഞ്ഞു കാര്യം. അതായത് ഇപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്ററെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക പ്രൊഫഷണൽ ഗ്രൂപ്പിനെ നമ്മൾ ഈ പറയുന്ന ആവശ്യകതകൾ നിറവേറ്റാനായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യാനായിട്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഗ്രൂപ്പിനെ കൊടുക്കുമ്പോ ആ ഗ്രൂപ്പ് എപ്പോഴും ഐസൊലേഷൻ ഹാവ് ലീഡ് ടു ക്രിയേഷൻ എന്നാ പറയുന്നത്. അതായത് അവിടെ ഒരു ഒറ്റപ്പെട്ട രീതിയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലിമിറ്റഡ് ഇൻ ദർ യൂട്ടിലിറ്റി, അവരുടെ ഉപയോഗത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിലായിരിക്കും അവരവിടെ ക്രിയേഷൻ നടത്തുന്നത് അല്ലേ. നേരത്തെ മിസ് പറഞ്ഞില്ലേ അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവർക്ക് കിച്ചണാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇടം. അപ്പൊ അവർ ആ കിച്ചൺ മാത്രമായിരിക്കും പ്രത്യേകമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് വളരെ പ്രത്യേകതയോടുകൂടി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. കാരണം അവരുടെ ഉപയോഗിക്കുന്ന ഇടം അതാണ്. അപ്പൊ അവരത് മാത്രമല്ലേ എപ്പോഴും നല്ല രീതിയിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രൊഫഷണൽ ഗ്രൂപ്പിന് കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ആണ് എടുക്കുന്നത് നോക്കി. ഓൺ ദ അതർ ഹാൻഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈസ് അട്രാക്റ്റഡ് ബൈ അതർ ദാൻ ടെക്നിക്കൽ റിക്വയർമെന്റ്സ് ഓഫ് പേഷ്യൻസ്, കമ്മ്യൂണിറ്റി ആൻഡ് ഓണേഴ്സ്. ഇനി ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ് ആ പ്ലാനിങ് തയ്യാറാക്കുന്നതെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും അല്ലെ. അല്ലാതെ അവരവിടെ പേഷ്യൻസിന്റെ ടെക്നിക്കൽ സാങ്കേതികപരമായിട്ടുള്ള ആവശ്യകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ആ ഓണറിന്റെ ആവശ്യകത ഇതാണ്, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫുകളുടെ ആവശ്യകതകളൊന്നും ചിലപ്പോ മാനിക്കണമെന്നില്ല അല്ലെ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ താല്പര്യത്തിനനുസരിച്ചായിരിക്കാം ചിലപ്പോ അവിടുത്തെ ക്രിയേഷൻസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നത്.
And a critical understanding of this relationship is essential to reconcile the differences of professional prestige, functional requirements, and administrative consideration. അതുകൊണ്ട് തന്നെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മനസ്സിലാക്കൽ ഇവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ്? ഓഫ് ദ റിലേഷൻഷിപ്പ് ഈസ് എസെൻഷ്യൽ ടു റിക്കൺസൈൽ. എന്താണ്? പൊരുത്തക്കേടുകൾ. അതായത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സാഹിത്യം അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പ്രൊഫഷണൽ തലമായിട്ടുള്ള ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ ഒരു അന്തസ്സ് നിലനിർത്തുന്ന രീതിയിലായിരിക്കണം അല്ലെ? ഒരു സ്ഥാപനം ബിൽഡ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ? നമുക്കൊരു ഹോസ്പിറ്റലൊക്കെ കാണുമ്പോൾ ചില ഹോസ്പിറ്റൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടാറില്ലേ? അവരുടെ അതിന്റെ ആ ഒരു ഔട്ട്ലൈനും അവരുടെ ഉണ്ടാക്കിയിരിക്കുന്ന നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു ഭംഗിയൊക്കെ. അപ്പൊ അതുപോലെ ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ അന്തസ്സ് നിലനിർത്തുന്ന രീതിയിലായിരിക്കണം. ഫങ്ഷണൽ റിക്വയർമെന്റ്സ് അവിടുത്തെ പ്രവർത്തനപരമായിട്ടുള്ള ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിലായിരിക്കണം. ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺസിഡറേഷൻ, അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചു കൊണ്ടുള്ള രീതിയിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ എടുത്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളുള്ള ഒരു പൊരുത്തക്കേടുകൾ മുന്നുള്ള ആ ഒരു പൊരുത്തപ്പെടലുകൾ നടത്തിക്കൊണ്ടായിരിക്കണം അവിടെ എപ്പോഴും ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ പ്ലാൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ പാരഗ്രാഫുകള്. അതിനുശേഷം നമുക്ക് ചെറിയൊരു പാരഗ്രാഫ് കൂടി പറഞ്ഞിട്ട് നിർത്താം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ആ ചെറിയൊരു പാരഗ്രാഫും കൂടി ഉള്ളേ, അതും കൂടി ഒന്ന് പറയാം. സ്യൂട്ടബിളി qualified and competent planning staff are scarce to find. ഇപ്പൊ നല്ലൊരു യോഗ്യതയുള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരു പ്ലാനിംഗ് സ്റ്റാഫിനെ കിട്ടുക എന്ന് പറയുന്നത് കണ്ടെത്താൻ ചിലപ്പോ ബുദ്ധിമുട്ടാണ് അല്ലെ? നല്ലൊരു പ്ലാനിങ് ചെയ്ത് നല്ല രീതിയിലെല്ലാം ചെയ്യാൻ പറ്റുന്ന സ്റ്റാഫുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു വ്യക്തി കിട്ടിയെന്ന് വിചാരിക്കുക, and they will need a long time to do that necessary work in a careful manner at each stage. ഓരോ സ്റ്റേജിലെയും വളരെ ശ്രദ്ധാപൂർവം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നല്ല രീതിയിൽ എല്ലാ വർക്കും ചിലപ്പോ അവർ ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് കുറച്ച് വർഷങ്ങൾ ചിലപ്പോ അവർക്ക് എടുക്കേണ്ടതായിട്ട് വരാം. പെട്ടെന്ന് ചിലപ്പോൾ ഇത് ചെയ്ത് തീർക്കാൻ പറ്റോ? ഇല്ല. അപ്പൊ അത് അവർ കാരണം എന്താ? അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവർ വളരെ സൂക്ഷ്മമായിട്ടായിരിക്കും ഓരോ സ്റ്റേജും ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ലോങ് ടൈം ചിലപ്പോൾ ഇതിനു വേണ്ടി എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ കാണുന്ന ഏറ്റവും പ്രബലതയുള്ള ഒരു രീതി, ഒരു കോമൺ പ്രാക്ടീസ് ആണ് once the idea of a hospital has taken root, ഒരു ഹോസ്പിറ്റൽ എന്നൊരു ആശയം ഉടലെടുത്തു കഴിഞ്ഞാൽ to go ahead too hastily in the preparation of building plans without much deliberation. ഒരു യാതൊരു രീതിയിലുമുള്ള ഒരു ആലോചനയും കൂടാതെ തന്നെ, കൂടുതൽ ആലോചനയ്ക്കോ കാര്യങ്ങളോ നിൽക്കാതെ തിടുക്കത്തില് പ്ലാനുകൾ തയ്യാറാക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത്. ആസ് എ റിസൾട്ട്, ഇതിന്റെ ഫലമായിട്ട് when plans are examined by a personnel who will be working in the hospital, ഇങ്ങനെ തിടുക്കത്തിൽ തയ്യാറാക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? ഇപ്പൊ നമ്മുടെ ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊന്നും ആലോചിക്കാം. നമ്മുടെ വീടിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കി വിചാരിക്കും, പെട്ടെന്നാണ്, അതായത് ഒരു പ്രൊഫഷണൽ കൊടുത്തല്ല, നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഉടനെ തന്നെ ഒരു പ്ലാൻ കൊണ്ട് തയ്യാറാക്കി അത് നമ്മുടെ വീട്ടില് അമ്മയെ കൊണ്ടുവന്ന് കാണിക്കുമ്പോ അമ്മ എന്താ പറയാറ്? എന്താ പറയാ? ഇന്ന കാര്യങ്ങളിൽ അവിടെ ശരിയല്ല എന്ന് പറയാറുണ്ട് അല്ലെ? ഇന്ന കാര്യങ്ങളിൽ ഇന്ന സ്ഥലത്താണ് വരേണ്ടത്, ഇന്ന സ്ഥലത്തല്ല വരേണ്ടത് അല്ലെ? അപ്പൊ അത് ആ വീട്ടില്
പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന ആളുകൾക്കാണ് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? ആ വരയ്ക്കുന്ന പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഇതറിയാൻ പറ്റുമോ? ഇല്ല. ആ വീട്ടില് ആരാണോ കൂടുതൽ ഉപയോഗങ്ങൾ നടത്തുന്നത് അവർക്കാണ് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അല്ലെ? അതുപോലെ തന്നെ ഇങ്ങനെ ഒരു തിടുക്കത്തിലൊരു പ്ലാനുകളൊക്കെ തയ്യാറാക്കി നൽകുമ്പോൾ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥര് ഇത് പരിശോധിക്കുന്ന സമയത്ത് they are found to be all incorrect. അവർക്ക് എന്ത് തോന്നാം? ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ആണോ? അപ്പൊ നമ്മളൊരു നല്ല ഒരു സ്റ്റാഫിനെ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ ഒരാളെ കിട്ടിയാൽ പോലും ഒത്തിരി സമയം അവര് ചിലപ്പോ വർഷങ്ങൾ ചിലപ്പോ കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ കുറച്ച് വർഷങ്ങളെ എടുത്തേക്കാം. ആ സമയത്തേക്ക് ലാഭിക്കാൻ വേണ്ടി ഇപ്പൊ ആളുകൾ ചെയ്യുന്നത് എന്താ? പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു പ്ലാനുകൾ തയ്യാറാക്കുന്നു, അത് നടപ്പിലാക്കാനായിട്ട് പോകും. അപ്പൊ ആ പ്ലാനുകള് അവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥര് പരിശോധിക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ ഇൻകറക്റ്റ് ആണ്, തെറ്റുകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ക്ലിയറാണോ? അത്രയും ഭാഗം ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പോ 26 അടുത്ത ഒരു പാരഗ്രാഫ് പറയാനുള്ള സമയമില്ല കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗത്തേക്ക് പോവാം കേട്ടോ. താങ്ക് യു.